Let me talk about oxymoron today. Oxymoron. Oxymoron is a figure of speech in which two words with opposite meaning are placed together to create a new idea. അതായത് ഓപ്പോസിറ്റ് മീനിങ്ങിലുള്ള രണ്ട് വാക്കുകളെ ഒന്നിച്ച് പ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഓർ ടു ആഡ് എ ഡ്രമാറ്റിക് ഇഫക്റ്റ് ഓർ ഹ്യൂമർ ഓർ എംഫസിസ്. എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ഓപ്പൺ സീക്രട്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. സീക്രട്ട് ഈസ് നോട്ട് അറ്റ് ഓൾ ഓപ്പൺ, ബട്ട് ഇഫ് എവറിബഡി നോസ് ഇറ്റ് ആൻഡ് വി കോൾ ഇറ്റ് എ സീക്രട്ട്, ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സീക്രട്ട്. Next one, alone together. If we are together, we are not alone. But if two persons are there in the same space and they are sharing silence only, we can call alone together. Next one, awfully good. Awfully and good are contradictory words. The food at the new restaurant is awfully good. അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. Then clearly confused. She is clearly confused in her new decision. അതുപോലെ ഡഫനിങ് സൈലൻസ് എന്നൊരു പ്രയോഗമുണ്ട്. പിന്നെ പ്രിറ്റി അഗ്ലി, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മുടെ ഫ്രണ്ട്സ് സാധാരണ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് യു ആർ റെഗുലർലി ഇറഗുലർ. ഓക്സിമറോൺ എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്, എന്നാലും അതൊരു ഓക്സിമറോണാണ്. റെഗുലർലി ഇറഗുലർ എന്ന് പറയുന്നത്. അതുപോലെ മലയാളത്തിൽ നമ്മൾ എന്താണ് ഭയങ്കര സൗന്ദര്യം എന്ന് പറയാറില്ലേ? സൗന്ദര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഭയങ്കരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഭയങ്കര പക്ഷേ നെഗറ്റീവ് വേർഡാണ് ഭയങ്കര സൗന്ദര്യം. ഈ ഭയങ്കര സൗന്ദര്യം ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. ടെറബിൾ ബ്യൂട്ടി എന്നൊരു പ്രയോഗം WB ഈറ്റ്സ് എന്ന് പറയുന്ന പോയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ്. അത് പക്ഷേ ഫിസിക്കൽ ബ്യൂട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, ഇന്നർ മീനിങ് ഉള്ള ഒരു നല്ലൊരു പ്രയോഗമാണ് ടെറബിൾ ബ്യൂട്ടി. നൗ ട്രൈ ടു ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് മോർ എക്സാമ്പിൾസ്. And one more thing, I make all these videos based on 10th standard syllabus. But I think it is useful to all the high school students. So please share this video to your friends and relatives and who are in the high school section. Okay. Keep learning. Thank you.